കേരളത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോൾട്ട് മൈനാണ് വെലിസ്ക സോൾട്ട് മൈൻ. ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. അവിടെ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പായിട്ടേ പോകാൻ പറ്റുള്ളൂ. അവർ ഗൈഡിനെയും പ്രൊവൈഡ് ചെയ്യും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ക്രാക്കോയിൽ താമസിച്ച സ്ഥലത്തു നിന്ന് 1 മണിക്കൂർ ബസ്സിൽ വരണം ഈ സോൾട്ട് മൈനിലേക്ക് എത്താൻ. ഞങ്ങളങ്ങനെ ബസ് പിടിച്ച് ഇവിടെ എത്തി, നേരത്തെ തന്നെ എത്തി. ഇതാണ് സോൾട്ട് മൈൻ. അപ്പോൾ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ട് 13 മില്യൺ ഇയേഴ്സ് മുമ്പ് ഇത് ഒരു സീ ഇവോപ്പറേറ്റ് ചെയ്ത് വന്ന സോൾട്ട് ഡെപ്പോസിറ്റാണ്. അപ്പോൾ ഈ പോകുന്നത് നമ്മൾ മൈനിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ 2 ലെവലായിട്ടാണ് ഈ മൈൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെവലിലേക്ക് 350 സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട് പോകാൻ. അപ്പം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ വുഡ് വെച്ചിട്ടെല്ലാം നല്ല നീറ്റായിട്ട് നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ആ സ്റ്റെപ്പിൽ കൂടി ഇങ്ങനെ താഴോട്ട് പോവാണ്. കുറച്ചിങ്ങനെ ചുറ്റി പോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് തല കറങ്ങും. പക്ഷെ എന്നാലും നോക്കി അത് ആ ഒരു ഫ്ലോയിൽ നമ്മൾ അവിടെ താഴെ എത്തി. ഇതാണ് ഞങ്ങളുടെ ഗൈഡ്. അപ്പം ഓരോ ഡോർ തുറക്കുമ്പോഴും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ആ ഒരു എയർ പ്രഷറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ അത്രയും പേര് ഒരുമിച്ച് അകത്ത് കയറിയതിന് ശേഷം മാത്രമേ ഡോർ നമ്മൾ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവർ എത്ര പേരുണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് അവർ എണ്ണ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ അന്ന് മൈനിങ് ചെയ്ത സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അവർ പറയായിരുന്നു ഈ മൈനിൻ്റെ 1/3 പോലും ശരിക്കും പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ല. അത്രയ്ക്ക് കുറച്ച് സ്പേസ് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. പക്ഷെ അത് തന്നെ നമുക്ക് ഭയങ്കര ഹ്യൂജായിട്ട് തോന്നി. ഇതൊക്കെ അവർ തടി വെച്ചിട്ട്, തടിയുടെ ലോഗ്സ് ഓഫ് വുഡ് കൊണ്ട് അവരിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ സോൾട്ട് വരുന്നത് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ സോൾട്ട് അവിടെ വരുന്നുണ്ട്. അപ്പം ഇത് ടോട്ടൽ ഒരു 700 കൊല്ലം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തിരുന്ന മൈനാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ നമുക്കൊരു ഇയർഫോൺ തരും, നമ്മൾ അത് വെച്ചിട്ട് അവർ പറയുന്നത് കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ അവരുടെ പിന്നാലെ തന്നെ കറക്റ്റായിട്ട് പോകണം. അപ്പോൾ ഈ സ്കൾപ്ചേഴ്സൊക്കെ സോൾട്ടിൽ ഉണ്ടാക്കിയതാണ്. എല്ലാ സ്കൾപ്ചേഴ്സും എല്ലാ സംഗതികളും സോൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ആ ബാക്ക് സൈഡിലുള്ള ഒരു ഐസ് പോലെ തോന്നില്ലേ, അതൊക്കെ സോൾട്ടാണ്. അത് ശരിക്കും ഈ റോക്ക് സോൾട്ട് ആയതുകൊണ്ട് ഇത് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മാർബിൾ പോലെയാണ് നമുക്ക് അത് ഫീൽ ചെയ്യുക. ഈ മോളിൽ ഡെപ്പോസിറ്റുകളൊക്കെ സോൾട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടച്ച് ചെയ്ത് നക്കി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സോൾട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല താഴെയൊക്കെ ആ ഫ്ലോറും ഒക്കെ എല്ലാം സോൾട്ടാണ്. ഇവിടെ അവർ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും മോളിയും താഴെ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് പണ്ട് കുതിരകളെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു അന്നത്തെ കാലത്ത് ഈ തടി വെച്ചിട്ട് അവർ ലിഫ്റ്റ് പോലൊരു സാധനം ഉപയോഗിച്ചിരുന്നു. അതൊക്കെ അവരവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലത്തെ പാസേജ് 200 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ സോൾട്ട് മൈൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കത്തീഡ്രലാണ്. ആ കത്തീഡ്രൽ അത് നമ്മൾ അതിശയോക്തി പറയല്ല, നമുക്ക് ആർക്കും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇത് 100 ഇയേഴ്സ് കൊണ്ട് മാൻ മെയ്ഡായിട്ട് ഓരോ സാധനങ്ങളും സോൾട്ടിൽ നിന്ന് കാർവ് ചെയ്തെടുത്തതാണെന്ന്. ഈ ഷാൻഡ്ലിയർ അടക്കം എല്ലാ സംഗതികളും സോൾട്ടാണ്. അപ്പം ആ ചെറിയ മണി പോലെ ഷാൻഡ്ലിയറിൽ തൂങ്ങിയിട്ടിരിക്കുന്നതൊക്കെ എല്ലാം ഈച്ച് ആൻഡ് എവറി പീസ് ഹിയർ സോൾട്ട്. നമ്മുടെ ഗൈഡ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, 3 മൈനേഴ്സ് ഇവിടെ കണ്ടിന്യൂസ്ലി 17 ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഓരോ കാർവിങ്സും അവർ ചെയ്തത്. അതിലൊരാൾ മരിച്ചു പോയിട്ട് അയാളുടെ മകനായിരുന്നു അത് പിന്നെ കണ്ടിന്യൂ ചെയ്തത് ശരിയാക്കിയത്. ഇവിടെ എല്ലാ സൺഡേയ്സും മാസമൊക്കെ നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞ്. പിന്നെ കല്യാണങ്ങൾ വരെ ഇവർ നടത്തിയിരുന്നു ഇതിനകത്ത്. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് കണ്ടാലേ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ഭംഗി. ഇത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ലാസ്റ്റ് സപ്പർ അവർ കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോൾട്ടിൽ. നോക്കൂ എന്ത് ഭംഗിയാന്ന് നോക്കൂ. നമ്മൾ പെയിൻറ്റിങ്ങിൽ കാണുന്ന അതേ ഫീൽ നമുക്കിതിനകത്ത് നിന്ന് കിട്ടും. അങ്ങനെയാണ് ആൾക്കാരുടെ വർക്ക് അന്നത്തെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്ഭുതം തന്നെയാണ്. എത്ര ആൾക്കാരുടെ എഫേർട്സ് ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലേ. ഇവിടെ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് അവർ തരും.
നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, ഫോട്ടോ എടുക്കാം, ഈ പള്ളിയുടെ ഒരു ഭംഗിയൊന്ന് ആസ്വദിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇറങ്ങുന്നത് ഒരു കഫേ പോലെയാണ്. അതും അവർ എത്ര രസമായിട്ട് ആ കഫേയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കുറച്ച് നടക്കാനുണ്ടല്ലോ, അപ്പോൾ കുറച്ച് നടന്ന് പിന്നെ ആ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു സഫക്കേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്കും ഒരു ചെറിയൊരു ഗിഡിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു, പിന്നെ അങ്ങനെ ശരിയായി. ഇത് ഞങ്ങൾ മുകളിൽ നിന്ന് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ട് 850 സ്റ്റെപ്പ് വന്നിട്ടാണ് ഈ സംഗതികളൊക്കെ. അപ്പം ഇങ്ങനൊരു സംഗതി താഴെ ഉണ്ടെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അത് മാത്രമല്ല അവർ ഇത്രയും കാലം അതിനെ നന്നായി പ്രിസർവ് ചെയ്ത് എത്ര ടൂറിസ്റ്റുകളായി ഓരോ ദിവസവും വന്നു പോകുന്നത്. അപകടങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് ഇവർ സ്ട്രോങ് ആയിട്ട് അതിനെ എല്ലാം താങ്ങി നിർത്തിയിട്ടുണ്ട്, ഓരോ വുഡൻ ഇതൊക്കെ വച്ചിട്ട്. അപ്പം ഇതൊക്കെ ഒരു വലിയൊരു സംഗതി തന്നെയാണ്, കാണേണ്ട ഒരു കാഴ്ചയാണിത്. പിന്നെ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് സെക്കൻഡ് ലെവലിലേക്ക് പോകുമ്പം അവിടെ ഒരു നല്ലൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 10-20 ലേക്ക് ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ 30%ഓളം സോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെഡ് സീലൊക്കെ ഉള്ള പോലെ നമുക്കിതിനകത്ത് കിടന്ന് നമ്മൾ ഫ്ലോട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലതൊക്കെ വളരെ ഡീപ്പാണ്, ചിലതൊക്കെ അത്ര ഡീപ്പല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഈ സോൾട്ട് ഡെപ്പോസിറ്റും ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്തോ മെഡിസിനൽ കാര്യങ്ങളൊക്കെ ഇവിടെ കുറേ അങ്ങനത്തെ ടൂറിസം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് താമസിക്കാൻ അങ്ങനെയുള്ള സൗകര്യമൊക്കെ അവർ കൊടുക്കുമെന്ന് തോന്നുന്നു. ഇത് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. എത്ര നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് നോക്കൂ. സൈഡിലും മുകളിലും ഒക്കെ സോൾട്ട് ഡെപ്പോസിറ്റാണ്. അവർ നടുക്ക് തടി കൊണ്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ടൂർ ഇവിടെ അവസാനിച്ചു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഇനിയൊരു 15 മിനിറ്റ്സ് ഈ ടണലിൻ്റെ അകത്ത് കൂടെ നടക്കണം. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇനിയൊരു കഫറ്റേറിയ പോലെയുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സോവനിയർ ഷോപ്പ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലിഫ്റ്റിൻ്റെ അവിടെ എത്തുള്ളൂ. പോളണ്ടിൽ വരികയാണെങ്കിൽ ഇത് മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് കഫറ്റേറിയയിലെത്തി. അപ്പോൾ നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറി ഒരു കാപ്പിയെല്ലാം കുടിച്ച് തിരിച്ച് ഞങ്ങൾ മുറിയിലേക്ക് പോയി. ഇതും സോൾട്ട് മൈൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ഇത് വെളിയിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല. ആ സോൾട്ട് മൈൻ്റെ അകത്തുള്ള കഫറ്റേറിയയാണ്. എല്ലാ സൗകര്യങ്ങളും ഈ മൈനകത്ത് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ.